Welcome to Educate. Today's question is, if a and b are Boolean variables, then a plus b into a plus b dash is equal to dash. Option A, option B, a plus b, option C, a, b, option D, b. Correct answer ഏതാണ്? Correct answer is option A. ഇനി എന്താണ് ബൂളിയൻ ലോസ്? ഫസ്റ്റ് ലോ എന്ന് പറഞ്ഞാൽ കമ്മ്യൂട്ടേറ്റീവ് ലോ ആണ്. കമ്മ്യൂട്ടേറ്റീവ് ലോ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ഇസിക്കൽ ടു ബി പ്ലസ് എ. അതിൻ്റെ ഡ്യുവൽ പെയർ വരുന്നത് എ ഡോട്ട് ബി ഇസിക്കൽ ടു ബി ഡോട്ട് എ. ഇനി അടുത്തത് അസോസിയേറ്റീവ് ലോ. അസോസിയേറ്റീവ് ലോ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി പ്ലസ് സി ഇസിക്കൽ ടു എ പ്ലസ് ബി പ്ലസ് സി. അതേപോലെ എ ഇൻറ്റു ബി സി ഇസിക്കൽ ടു എ ബി ഇൻറ്റു സി. ദെൻ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. ഡിസ്ട്രിബ്യൂട്ടീവ് ലോ എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു ബി പ്ലസ് സി ഇസിക്കൽ ടു എ ബി പ്ലസ് എ സി. ദെൻ എ പ്ലസ് ബി സി ഇസിക്കൽ ടു എ പ്ലസ് ബി ഇൻറ്റു എ പ്ലസ് സി. ദാറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. ഇനി വരുന്നതാണ് ഐഡൻറ്റിറ്റി ലോസ് അല്ലെങ്കിൽ റിഡൻഡൻസി ലോസിൽ വരുന്നത്. അത് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അത് ഏതൊക്കെയാണ്? എ പ്ലസ് വൺ ഈസിക്കൽ ടു വൺ, എ ഡോട്ട് വൺ ഈസിക്കൽ ടു എ പ്ലസ് സീറോ ഇസിക്കൽ ടു എ ഡോട്ട് സീറോ ഇസിക്കൽ ടു സീറോ, എ പ്ലസ് എ ഇസിക്കൽ ടു എ ഡോട്ട് എ ഇസിക്കൽ ടു എ പ്ലസ് എ ഡാഷ് ഇസിക്കൽ ടു വൺ ആൻഡ് എ ഡോട്ട് എ ഡാഷ് ഇസിക്കൽ ടു സീറോ. ഇതൊക്കെ ഐഡൻറ്റിറ്റി ലോസിൽ വരുന്നതാണ്. നമ്മൾ ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്ന സമയത്ത് ഈ ലോസ് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടി വരും. ഇനി വരുന്നതാണ് അബ്സോർപ്ഷൻ ലോ. അതെന്ന് വെച്ചാൽ എ പ്ലസ് എ ബി എന്ന് പറഞ്ഞാൽ എ ആണ്. അതുപോലെ എ ഇൻറ്റു എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എ ആണ്. അതുപോലെ എ ഡബിൾ ഇൻവേഷൻ എന്ന് പറഞ്ഞാൽ എ ആണ്. ദാറ്റ് ഈസ് ഇൻവല്യൂഷൻ ലോ ആണ്. പിന്നെ അതുകൂടാതെ വരുന്നതാണ് എ പ്ലസ് എ ഡാഷ് ബി എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ആണ്. എ ഇൻറ്റു എ ഡാഷ് പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എ ആണ്. അതുപോലെ ബി ഡാഷ് പ്ലസ് ബി ഡാഷ് എന്ന് പറഞ്ഞാൽ ബി ആണ്. അപ്പോൾ ഈ ലോസ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്നത്. അപ്പം നമുക്ക് തന്ന പ്രോബ്ലംസിൽ എ പ്ലസ് ബി ഇൻറ്റു എ പ്ലസ് ബി ഡാഷ് ആണ്. അതിൽ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ഒക്കെ വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് ചെയ്യുമ്പോൾ എ ഡോട്ട് എ പ്ലസ് എ ബി ഡാഷ് പ്ലസ് എ ഡോട്ട് ബി പ്ലസ് ബി ഡാഷ് എന്ന് വരും. അതിൽ ബി ഡാഷ് എന്ന് പറഞ്ഞാൽ സീറോ ആണ്. അപ്പോൾ അത് ഒഴിവാക്കാം. പിന്നെ നമുക്ക് എ ഡാഷും എ ഡോട്ട് ബി ഡാഷും എ ബി ആണ്. അതൊന്ന് എ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം, എ ആണ് അല്ലേ. എ പ്ലസ് പിന്നെ നമുക്ക് എ കോമൺ ആക്കി എടുത്തിട്ട് എ ഇൻറ്റു ബി പ്ലസ് ബി ഡാഷ് എടുത്തു. അപ്പോൾ ബി പ്ലസ് ബി ഡാഷ് വൺ ആണ്. സോ എ പ്ലസ് എ എന്ന് വരും. എ പ്ലസ് എ എന്ന് വരുമ്പോൾ എന്താ ആൻസർ? എ. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ആൻസർ എ എന്ന് കിട്ടിയത്. ഓക്കെ, താങ്ക് യു.